ആറന്മുള നിയമസഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയുടെ കന്നി അംഗമാണത്. ഇന്നിപ്പോൾ അബിൻ വർക്കി ആറന്മുള മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. വലിയ തിരക്കാണ്. നിൽക്കാൻ സമയമില്ല എന്ന് പറയുന്നത് പോലെയാണ് UDF സ്ഥാനാർത്ഥിയുടെ കാര്യം. വലിയ തിരക്കാണല്ലോ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നതാണ്. കന്നി അംഗമാണല്ലോ. എന്താണ് കന്നി അംഗം നേരിടുമ്പോൾ ഒരു മനസ്സിൽ തോന്നുന്നത്? ഇപ്പോൾ വളരെ വളരെ ശുഭപ്രതീക്ഷയാണ്. കാരണം ജനങ്ങളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് വലിയ ശുഭപ്രതീക്ഷയാണ്. ജയിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ജയിക്കും എന്ന് വളരെയധികം വിശ്വാസത്തോടു കൂടിയാണ് അബിൻ വർക്കി കന്നി അംഗത്തിൽ ഈ വോട്ടർമാരെയൊക്കെ കാണുന്നത്. പരമാവധി വീടുകളിലൊക്കെ ചെന്ന് കാണുക എന്നുള്ളതാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ലക്ഷ്യമിടുന്നത്. ഈ കന്നി അംഗം എന്ന് പറയുമ്പോൾ ശരിക്കും ടെൻഷനുണ്ടോ? ശരിക്കും ഒരു ടെൻഷനും ഇല്ല. കാരണം നമുക്കിവിടെ ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ജനങ്ങളാണ് നമ്മെ നയിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അവിടെയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ജനങ്ങളാണിത് നയിക്കപ്പെടുന്നത്. കാരണം ഈ കേരളത്തെ കഴിഞ്ഞ 10 കൊല്ലമായി നശിപ്പിച്ച ഒരു സർക്കാരും അതുപോലെ തന്നെ MLAയുമാണുള്ളത്. ഈ നിയോജകമണ്ഡലത്തെ വികസന മുരടിപ്പാക്കിയ ഒരു MLA ആണുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ വോട്ട് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. വലിയ ആത്മവിശ്വാസമുണ്ട്. കന്നി അംഗം എന്ന് പറയുമ്പോൾ എതിരാളികൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഒന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് 5 വർഷം കേരളത്തിൽ ഇരുന്ന ആളാണ്. മറ്റൊന്ന് കുമ്മനം രാജശേഖരനാണ് NDAയുടെ. രണ്ടുപേരും ബഡ ടീമുകളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പേടിയുണ്ടോ? ശരിക്കും അങ്ങനെയില്ല. ഞാൻ തീർച്ചയായിട്ടും എതിരാളികളെല്ലാം അവരുടെ ബഹുമാനത്തോടുകൂടി കാണുന്നു. 5 കൊല്ലം എന്നുള്ളതല്ല, 10 കൊല്ലമായിട്ടുള്ള ഒരു സിറ്റിംഗ് MLAക്കെതിരെയാണ് ഞാൻ മത്സരിക്കുന്നത്. ഒരു ആറന്മുള നിയോജകമണ്ഡലത്തിലെ 10 കൊല്ലം സിറ്റിംഗ് MLAയും 5 കൊല്ലം മന്ത്രിയുമായിരുന്നു. അതുപോലെ ശ്രീ കുമ്മനം രാജശേഖരൻ വളരെ സീനിയറായ, നമ്മളൊക്കെ ചെറുപ്പകാലം തൊട്ട് കേട്ടുപരിചയിച്ച നേതാക്കന്മാരാണ്. പക്ഷേ എൻ്റെ പാർട്ടി എനിക്കൊരു ഉത്തരവാദിത്വം തന്നിരിക്കുന്നത് അവർക്കെതിരെ മത്സരിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മത്സരം ഏറ്റവും പോസിറ്റീവായി കാണുന്നു. അവരുടെ എതിർ സ്ഥാനാർത്ഥികളുടെ ആ തലയെടുപ്പിനൊക്കെ അതേ ബഹുമാനത്തോടു കൂടി കാണുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ജനങ്ങളുടെ ഇടയിൽ തലയെടുപ്പുള്ളത് UDFനാണ്, UDFൻ്റെ സ്ഥാനാർത്ഥിക്കാണ്. ജനഹൃദയങ്ങളിൽ തലയെടുപ്പുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 കൊല്ലത്തെ വികസന മുരടിപ്പാണ്. അവർ നടത്തിയ വികസന വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളാണ്. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളാണ്. ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വർക്കാകാത്ത സിസ്റ്റത്തെ പറ്റിയാണ്, വർക്കാകാത്ത വർക്കുകളെ പറ്റിയാണ്. അതുകൊണ്ട് അതാണ് ആറന്മുളയിലെ തലയെടുപ്പുള്ള വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയം. ആ രാഷ്ട്രീയ വിഷയം പരിഗണിക്കുമ്പോൾ ജനഹൃദയങ്ങളിൽ ഒരു തലയെടുപ്പോടുകൂടി UDF ജയിക്കുമ്പോൾ എളിയവനായ ഞാനും ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഘട്ടമാണ്. ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് കന്നി അംഗം എന്നുള്ള രീതിയിൽ. വീട്ടിലുള്ളവർ സീറ്റ് ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? വീട്ടിലുള്ളവർ സ്വാഭാവികമായിട്ട് ഇപ്പോഴേ മാസത്തിൽ 2 ദിവസം 3 ദിവസമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും കാണില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിട്ട് മാറി. പക്ഷേ സ്വാഭാവികമായിട്ടും ചെറുപ്പം മുതൽ KSU പ്രായം മുതൽ വളരെ ആക്റ്റീവായി പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഒരാളാണ്. എന്നോട് എൻ്റെ മാതാപിതാക്കന്മാർ ആകെ ആവശ്യപ്പെട്ടത് വിദ്യാഭ്യാസം കോംപ്രമൈസ് ചെയ്യരുത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്നുള്ളതാണ്. എൻ്റെ പിതാവും എൻ്റെ മാതാവും ഒക്കെ അതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പിതാവ് അതിനുവേണ്ടി ഒരുപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാനത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഒരു ഘട്ടത്തിലും. എൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ അവരുടെ പിന്തുണയുമാണ്. കാരണം എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ സാധിച്ചു. അതിനുശേഷം LLBക്ക് പോയി ആ ബിരുദം എടുക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞപ്പോഴും പഠിക്കണമെന്നുള്ള ആഗ്രഹം, ഇപ്പോഴും MBA ഡിസ്റ്റൻ്റായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത് എൻ്റെ മാതാപിതാക്കന്മാരുടെ വലിയ പിന്തുണയും അവരുടെ പ്രാർത്ഥനയുമാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമായിക്കൊള്ളട്ടെ പൊതുപ്രവർത്തനമായിക്കൊള്ളട്ടെ എന്നോട് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ: ഒന്ന്, വിദ്യാഭ്യാസം കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളതും; 2, 1 രൂപയുടെ പോലും ഒരു അഴിമതി കാണിക്കരുത് എന്നുള്ളതുമാണ്. ഇത് 2 ഞാൻ പൂർണ്ണമായ അർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നേ വരെ പാലിച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ടും പാലിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എൻ്റെ പ്രസൻസ് ഇല്ലാത്തതിൽ വിഷമമുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചതിൽ അവർക്ക് സന്തോഷവുമുണ്ട്. ഒരു ചോദ്യം കൂടെ, റോൾ മോഡലായിട്ട് മനസ്സിൽ കാണുന്ന ഒരു MLA ആരാണ്? ഏത് MLAയുടെ പ്രവർത്തനമാണ് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്? അത് മൺമറഞ്ഞുമായ ഉമ്മൻചാണ്ടി സാറ് തന്നെയാണ്. അതിനകത്ത് വേറെ ഒരു റോൾ മോഡലിനെ എൻ്റെ മുന്നിൽ ഒന്നും പരിഗണിക്കാൻ പോലും സാധിക്കില്ല. കാരണം ഉമ്മൻചാണ്ടി സാർ അവസാനം 2-3 ഇലക്ഷനിലൊക്കെ മത്സരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം പോസ്റ്റർ പോലും അടിക്കാറില്ല, ഫ്ലെക്സ് പോലും അടിക്കാറില്ല. കാരണം തിരഞ്ഞെടുപ്പ് വന്നാൽ ഈ പുതുപ്പള്ളിക്കാർക്ക് തിരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയില്ല. കാരണം അവരുടെ MLA 50 കൊല്ലമായിട്ട് ഉമ്മൻചാണ്ടി സാറായിരുന്നു. അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും വികസനത്തിലും എല്ലാം ഉമ്മൻചാണ്ടി സാറായിരുന്നു. അപ്പോൾ ആ ഒരു വികസന തുടർച്ച ശ്രീ ചാണ്ടി ഉമ്മൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു ജനപ്രതിനിധി ആകുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുമോ എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ അതാണ് ഒരു ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരു ജനപ്രതിനിധി എന്ന ഒരു റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി സാറാണ്.
അപ്പോൾ ഇല്ല, ഇനി കൂടുതൽ ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല, സമയം കൂടുതലായി പോയെന്നറിയാം. ഏതായാലും അബിൻ വർക്കി വലിയ തിരക്കിലാണ്. മണ്ഡലത്തിലെ എല്ലായിടങ്ങളിലും വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു. കന്നി അംഗമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ് ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി ലക്ഷ്യമിടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.